Cyber fraud. സോ ടുഡേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേൾഡ് ഇൻവെസ്റ്റർ വീക്ക് വരാണ് 6th ഒക്ടോബർ ടു 12th ഒക്ടോബർ. അതിനുവേണ്ടി സെബിയും NSDL കൂടി ഒരുമിച്ച് ചെയ്യുന്നൊരു പ്രോഗ്രാമാണത്. സോ ഈ ഒരു അവെയർനെസ് ഒക്കെ കുറേ ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും നടക്കുന്നുണ്ടല്ലോ. ഈവൺ ആഫ്റ്റർ ദിസ് അവെയർനെസ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു സ്കാമിൽ വീഴുന്ന ആൾക്കാർ ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഫിഷിംഗ് ലിങ്ക്സ് വരും, അത് വരും, അങ്ങനെ കുറേ ഇപ്പോൾ RBIയുടെ തന്നെ മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആവാത്തതുകൊണ്ടാണ്? എഡ്യൂക്കേറ്റഡ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജസ് ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയ മുഖാന്തരം നമുക്ക് അഡ്വർടൈസ്മെൻ്റായിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും കിട്ടുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മെസ്സേജിനായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മയക്കുമരുന്നിനോ എതിരായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫിനാൻഷ്യൽ ഫ്രോഡിനായിട്ടുള്ള മെസ്സേജുകളൊന്നും പെട്ടെന്ന് അവർ ഈ ആപ്പുകൾ പുഷ് ചെയ്യാറില്ല. അപ്പോൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല പലരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് നമ്മൾ കാണാറില്ല. ഡിജിറ്റൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ബഹളമാണല്ലോ. ഓക്കെ Cyber fraud.